നമ്മളൊക്കെ സമ്പന്നനാവാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ സമ്പന്നനാവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരാൾ സമ്പന്നനാവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അദ്ദേഹം ചെയ്യേണ്ട 6 പ്രമാണങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അത് ഒന്നാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തത്, നമ്മൾ സമ്പന്നനാകുക എന്ന് പറഞ്ഞാൽ എനിക്ക് പണക്കാരനാവണം എന്ന് പറയുന്നത് പകരം എത്ര രൂപയാണ് എനിക്ക് വേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. 1,83,00,000 ആണെങ്കിൽ അത് തന്നെ നമ്മളെ കൃത്യമായിട്ടുള്ളൊരു ധാരണ, അല്ലെങ്കിൽ എത്രയാണോ നമുക്ക് വേണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ 1,83,00,000 നമ്മൾ സമ്പാദിക്കും, അതിന് പകരമായിട്ട് സമൂഹത്തിന് നമ്മൾ എന്ത് കൊടുക്കും? അത് ചെറിയ കാര്യമാകാം, വലിയ കാര്യമാകാം. അത് നമ്മൾ സമൂഹത്തിന് എന്താണ് കൊടുക്കുന്നത്? നമ്മൾ കൃഷിപ്പണിയാവാം, അല്ലെങ്കിൽ ബിസിനസ് ആവാം, അധ്യാപനമാവാം, മറ്റു ഏത് മേഖലയുമാവാം, നല്ല ഭക്ഷണം നൽകലാകാം, എന്താവാം. ഇന്നത് എന്നതിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾക്കും നമ്മുടെ മൂല്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഉതകുന്ന രീതിയിലുള്ള ഏത് കാര്യങ്ങളും നമുക്ക് പകരം നൽകാം. അപ്പൊ പകരം എന്താണ് നമ്മൾ നൽകുക എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്. മൂന്നാമത്തത്, എത്ര സമയം കൊണ്ടാണ് ഈ സമ്പാദ്യം നമ്മൾ ആർജിച്ചെടുക്കുക, സ്വരൂപിക്കുക? നമുക്കറിയാം 1-2 ദിവസം കൊണ്ട് ഈ വലിയൊരു സംഖ്യ നമുക്ക് സമ്പാദിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പൊ എത്ര സമയം കൊണ്ടാണ് നമ്മൾ ഇത് പൂർത്തിയാക്കുക? അതിന്റെ എൻഡിങ് ഡേറ്റ്, അവസാനത്തെ ഡേറ്റ് നമ്മൾ കുറിച്ച് വെക്കണം, മനസ്സിലാക്കിയിരിക്കണം. അതായത് കേരളത്തിലെ പ്രമുഖമായ ഒരു സ്ഥാപനത്തെ കുറിച്ച് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരെ സ്ഥാപനത്തിന്റെ തറക്കല്ലിടുന്ന ദിവസം അല്ലെങ്കിൽ കുറ്റിയടിക്കുന്ന ദിവസം തന്നെ അതിന്റെ ഇനാഗുറേഷൻ ഡേറ്റും അവർ പ്രഖ്യാപിക്കും. ഇങ്ങനെ അത് ഒരു എൻഡിങ് ഡേറ്റ്, നമുക്ക് ഒരു വിശാലമായ സമയം ഇല്ല, ഇത്ര സമയമേ ഉള്ളൂ എന്നൊക്കെ നമ്മൾക്കൊരു ബോധം വരാൻ വേണ്ടിയിട്ടാണ് അത് എൻഡിങ് സമയവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നാലാമത്തത്, ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടായിരിക്കണം. ഇത് എങ്ങനെയാണ്, ഓരോ സമയം എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഒരു 5 വർഷമാണെങ്കിൽ ആ 5 വർഷത്തിൽ ഓരോ ദിവസവും എന്തൊക്കെയാണ് ഞാൻ ചെയ്യുക എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നാലാമത്തത്. അഞ്ചാമത്തത്, അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചു, ഇത്ര സംഖ്യ നമ്മൾ സ്വരൂപിക്കണം, അതിന് എന്താണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. 3, അതിന്റെ സമയം നമ്മൾ തീരുമാനിച്ചു. പിന്നെ അതിന് ഒരു പദ്ധതി, പ്ലാൻ ഉണ്ടാക്കി. ഇതെല്ലാം, ഈ 4 കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് ചെയ്യാനുള്ളത്. മുൻപ് പറഞ്ഞ 4 കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. ആറാമത്തെ കാര്യം, ഒരു പക്ഷേ ഒരു ക്രിട്ടിക് മൈൻഡിൽ ഒരു ജോക്കായി കിടക്കുന്നവർക്ക് തമാശയായി തോന്നാമെങ്കിലും വളരെ മൂല്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആറാമത്തെ കാര്യം. ആ ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ അഞ്ചാമതായി പറഞ്ഞ ആ നോട്ടിൽ എഴുതി വെച്ച കാര്യങ്ങൾ എല്ലാ ദിവസവും വായിക്കുക. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ ഒരു ഫീല് ചെയ്യുക. ഞാനിത് സമ്പാദിച്ചു എന്ന് ഫീല് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഡേറ്റിന് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യം, പണക്കാരനാവുക എന്ന ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും.